നമസ്കാരം. നാട്ടുവർത്തമാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊച്ചി നഗരസഭയുടെ ബജറ്റാണ്. ഇതിൽ പങ്കെടുക്കുന്നത് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി പുലിത്തറ, നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എ ശ്രീജിത്ത്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിയ പ്രസാദ്, കൗൺസിലർ കൂടിയായ കോൺഗ്രസ് നേതാവ് ഹെൻറി ഓസ്റ്റിൻ എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മുടെ സ്ത്രീത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭരണകക്ഷിയുടെ ആളെന്ന രീതിയിൽ കൊച്ചി നഗരസഭയുടെ ഇത്തവണത്തെ ബജറ്റ് ഒരു ജനകീയ ബജറ്റാണെന്നാണ് മേയർ പറഞ്ഞത്. എന്തൊക്കെയാണ് അതിനകത്ത് ജനകീയത ഉൾക്കൊള്ളിച്ചത്? 2020 ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള കൗൺസിലിൻ്റെ 5ാമത്തെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി KA അൻസിയ നഗരസഭയുടെ കൗൺസിലിൽ അവതരിപ്പിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ കൗൺസിലിന് മുൻപാകെ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കൊച്ചി പോലത്തെ ഒരു മഹാനഗരത്തിൽ വിവിധ ജനവിഭാഗങ്ങളുണ്ട്. അവർ മുതിർന്ന പൗരന്മാർ മുതൽ കുട്ടികൾക്ക് വരെ ക്ഷേമം ലഭിക്കുകയും പരിഗണന ലഭിക്കുകയും ചെയ്യുന്ന ഒരു ബജറ്റാണ് ഈ കൗൺസിലിന് മുൻപാകെ അവതരിപ്പിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കൗൺസിലിൻ്റെ കാലാവധി കഴിഞ്ഞാലും വരാൻ പോകുന്ന കൊച്ചിയെ എങ്ങനെയാണ് മാറ്റിത്തീർക്കേണ്ടത് എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെയുള്ളൊരു പദ്ധതി ബജറ്റിൽ അവതരിപ്പിക്കുവാൻ കൗൺസിൽ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഭാവി കൊച്ചിയുടെ വികസനത്തിന് ഒരു കാൽവെപ്പാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊഴിലാളികളെയും ഇടത്തരക്കാരെയും സ്ത്രീകളെയും വയോജനങ്ങളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും അങ്ങനെ സർവോപരി എല്ലാ മേഖലകളിലും ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുകയും വികസനം എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബജറ്റാണ് കൗൺസിലിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ മികച്ച ഒരു ബജറ്റാണ് കൊച്ചി നഗരസഭ ഇത്തവണ അവതരിപ്പിച്ചത്. എന്തെല്ലാം ന്യൂനതകൾ ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ആ ബജറ്റിൽ കണ്ടെത്താൻ കഴിയും? ബഡ്ജറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ബഡ്ജറ്റിനകത്ത് കൊച്ചി പോലത്തെ പ്രദേശത്ത് കൊച്ചി ഇത്തരം ടൂറിസം കേന്ദ്രം ആയ ഒരു പ്രദേശമായിട്ടും ടൂറിസം ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള യാതൊരുവിധ കാര്യങ്ങളും ബഡ്ജറ്റിൽ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ബഡ്ജറ്റിൽ ഒരു സീറോ ബഡ്ജറ്റ് എന്നാണ് ഞങ്ങൾ അതിന് തന്നെ പേരിട്ടിരിക്കുന്നത്. പല ഹെഡ്സിലും സീറോണ് കൂടുതലും ഉള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, നമുക്ക് കൊച്ചി നഗരത്തിന് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് ബഡ്ജറ്റിലും അല്ലാതെയും നമുക്ക് CSR ഫണ്ടുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ആ CSR ഫണ്ടുകൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 11 കോടിയോളം നമുക്ക് കാണുന്നുണ്ട്. ഈ വർഷം അത് 0 ആയിട്ട് കാണുന്നു. അടുത്ത വർഷം ഒരു 25 ലക്ഷം വെച്ചേക്കും. നമ്മളതൊക്കെ നോക്കുമ്പോൾ കണക്കുകളിൽ തന്നെ വളരെ മോശമായ രീതിയിലാണ് കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നല്ല ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് വേണം. നമുക്ക് ഇവിടുത്തെ ആളുകളുടെ ജീവിത അവരുടെ ലൈഫിൻ്റെ ഇത് തന്നെ നമുക്ക് കൂടി അവരുടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസരം, എല്ലാത്തിനും വിലക്കയറ്റവും സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെ ആയിട്ട് ലിവിങ് കോസ്റ്റ് കൂടിയിരിക്കണേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്ന് കൊച്ചി നഗരം പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി നഗരം നമുക്കറിയാം ഒരു ഡ്രഗ്സിൻ്റെ ഒരു ഹബ്ബായി തീർന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റിലും ഇതിലൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കൊച്ചി ഒരു ഡ്രഗ് ഹബ്ബായി തീർന്നിരിക്കണേ. അപ്പം അതിനുവേണ്ടി നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും നമ്മൾ നടത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പ്രതിപാദിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് ഈ ഒരു കാര്യമാണ് പറഞ്ഞത്, സീറോ ബജറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ഒരു ന്യൂനത മാത്രമേ ഈ ഒരു ബജറ്റിനുള്ളെങ്കിൽ ഇതൊരു മികച്ച ബജറ്റ് തന്നെയല്ലേ അല്ലാതെ നോക്കുമ്പോൾ? അല്ല, ഇതില് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ദിശാസൂചി കൂടിയാണ്. അതായത് വരാൻ പോകുന്ന വർഷം എടുക്കാൻ പോകുന്ന സമീപനങ്ങളെ സംബന്ധിച്ചൊരു നയരേഖ കൂടിയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വളരെ അപകടകരമായ ചില വസ്തുക്കളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചെയ്ത കാര്യങ്ങളെ കൂടാതെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു സൂചന കൂടി ബഡ്ജറ്റിലുണ്ട്. ഇതിൽ പറയുന്ന വ്യക്തമായ ഒരു ദിശ എന്ന് പറയുന്നത് കൂടുതൽ കടമെടുത്ത് ലോക്കൽ ബോഡികൾ
വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ്. അത് നിലവിൽ നമ്മളുടെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് വികസന ഫണ്ട് നമുക്ക് ലഭിക്കുന്ന സർക്കാരിൽ നിന്ന് പ്ലാൻ ഫണ്ടായിട്ട് ലഭിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനകീയ ആസൂത്രണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 4 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വികസന ഫണ്ട് 30% വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഒരു കൗൺസിലർക്ക് റോഡിനും വെള്ളക്കെട്ടിനും ലഭിക്കുന്ന 70 ലക്ഷം രൂപ ആയിരുന്നു മുൻ കൗൺസിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 42 ലക്ഷമായി കുറഞ്ഞു. 26 ലക്ഷം റോഡിനും 16 ലക്ഷം മാത്രം വെള്ളക്കെട്ടിനും. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഏകദേശം 30% വികസന ഫണ്ട് കുറയുകയും സ്പില്ലോവർ, ഞങ്ങൾക്ക് സാങ്കേതികമായ ചില കാര്യങ്ങൾ അത് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സ്പില്ലോവറിന്റെ തോത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 3rd പേയ്മെന്റ് സർക്കാർ സമയത്ത് തരാഞ്ഞുകൊണ്ട് അതും കൂടി കയറി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ബഡ്ജറ്റ് ഇന്ന് ഈ ബഡ്ജറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ കടമെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് കൊച്ചിൻ കോർപ്പറേഷൻ നിൽക്കുന്നത്. കണക്കുകൾ നോക്കിയാൽ അത് മനസ്സിലാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 3 പ്രധാനപ്പെട്ട ശുപാർശകൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് മുനിസിപ്പൽ ബോണ്ട്സ്. മുനിസിപ്പൽ ബോണ്ടുകൾ ഇപ്പം ഇന്നത്തെ പത്രത്തിലുണ്ട്. മുനിസിപ്പൽ ബോണ്ടുകൾ കോർപ്പറേഷനുകൾക്ക് എടുക്കാം. അത് മുനിസിപ്പൽ ബോണ്ട് എടുക്കുമ്പോൾ അത് തത്വത്തിൽ മുനിസിപ്പൽ ബോണ്ട് ഞങ്ങൾ ഇതിലല്ല. പക്ഷേ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്നത് ഉൽപ്പാദനകരമായിട്ടുള്ള റിട്ടേൺസ് ഉള്ള പ്രോജക്ട്സിന് എടുത്തില്ലെങ്കിൽ സാധാരണ ദൈനംദിന ആവശ്യങ്ങൾക്ക് മുനിസിപ്പൽ ബോണ്ട് എടുത്താൽ നമ്മൾ കടക്കണിയിലേക്ക് പോകും. സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ നയത്തിന്റെ ഒരു തുടർച്ചയാണ് കോർപ്പറേഷനിലേക്ക് അവർ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കടമെടുക്കൂ, വികസനം നടത്തിക്കൊള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമീപനം സർക്കാർ എടുത്തുകൊണ്ടാണ് 1,60,60,000 കോടി കടവുണ്ടായിരുന്ന 2016 നിന്ന് 4 ലക്ഷം കോടിയുടെ കടവായിട്ട് കേരള സർക്കാർ അധിവസിച്ചത്. പക്ഷെ എവിടെയാണ് നമുക്ക് ആ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കടത്തിന് പോകാനും കടവിട. ഇപ്പൊ കേന്ദ്ര സർക്കാർ വിഹിതം തന്നെ. അപ്പൊ ഇന്നലെ പാർലമെന്റിലെ പ്രസംഗത്തിൽ അതിന്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് അബ്സല്യൂട്ട് ടേംസ് നമുക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ മുമ്പത്തേക്കാൾ കൂടുതലാണ്. അപ്പൊ അതൊരു ഇറ്റ് ഡസൻ ഹോൾഡ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കണക്കുകൾ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ധനത്തിന്റെ തോത് നമുക്ക് കുറഞ്ഞിട്ടില്ല. അബ്സല്യൂട്ട് ടേംസിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു വശം. അപ്പൊ അതേ മാതൃകയിലൂടെ കടമെടുപ്പിലൂടെ നിങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊള്ളുന്നൊരു ഇത് രണ്ടാമതൊരു കാര്യം അതിൽ പറയുന്ന ഡെപ്റ്റ് റിലേറ്റഡ് ആണ്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തേത് അസറ്റ് രജിസ്റ്റർ ഉണ്ടാക്കിയിട്ട് അസറ്റ്സ് ലെവറേജ് ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ആസ്തികൾ കടം കൊടുത്ത് അത് ലെവറേജ് ചെയ്യുക, അത് പണയപ്പെടുത്തിക്കൊണ്ട് പണം റേസ് ചെയ്ത് ചെയ്യുന്നു. അങ്ങനെ 3 പുതിയ നയങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അപകടകരമാണ്. എന്ന് വെച്ചാൽ കടമെടുത്ത് ദൈനംദിന കാര്യങ്ങൾ കോർപ്പറേറ്റ്. ഇപ്പൊ ഇത് വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഷോർട്ട് ഫോൾ കടമെടുത്ത് നമ്മൾ മീറ്റപ്പ് ചെയ്ത് വരുമ്പോൾ ദീർഘകാലത്തേക്ക് വരുമ്പോൾ ഇത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉൽപാദനകരമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അല്ലാത്ത പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് വലിയ കടക്കണിയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ കോർപ്പറേഷനുകളെ എത്തിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ചേഞ്ച്. ആദ്യമായിട്ടാണ് ഒരു ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി മുനിസിപ്പൽ ബോണ്ട്സ്, അസറ്റ് ലിവറേജിങ്, ഡെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് 3 കാര്യങ്ങളും പറയുന്നത് ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അത് അപകടകരമായ സ്ഥിതിയിലേക്ക് കോർപ്പറേഷൻ കൊണ്ടെത്തിക്കുക. അത് നേരത്തെ സഹിച്ചോടെ ഞങ്ങൾ എഗ്രി ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കൗൺസിലായിരിക്കില്ല, വരാൻ പോകുന്ന കൗൺസിലുകളായിരിക്കും അതിന്റെ ബാധ്യത ഏറാൻ പോകുന്നതും. ഇപ്പൊ 40 കോടി രൂപ കോർപ്പറേഷൻ കെട്ടിടത്തിന് വേണ്ടി എടുക്കാനായിട്ട് ബഡ്ജറ്റിൽ പ്രപ്പോസൽ ഉണ്ട്. കിട്ടിയിട്ടില്ല. നമ്മൾ ഈ വർഷം മുഴുവൻ ശ്രമിച്ചു, കിട്ടാത്ത എന്തുകൊണ്ടാ? നമ്മുടെ പേപ്പേഴ്സ്, നമ്മുടെ ഒരു ഡെപ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽസ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരു വ്യക്തി ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. കോർപ്പറേഷന് ക്രെഡിറ്റ് റേറ്റിംഗ് മോശമായതുകൊണ്ടാണ് 40 കോടി കിട്ടാത്തത്. അത് കഴിഞ്ഞ വർഷം പറഞ്ഞ് ഈ വർഷം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് മോശമാണ്. കാരണം വെച്ചാൽ അടിസ്ഥാനപരമായ നമ്മുടെ ഫിനാൻഷ്യൽസ് ഈ ഇതിലെ കണക്കുകൾ, ബഡ്ജറ്റിലെ കണക്കുകൾ പല വൈരുദ്ധ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നേരത്തെ കുര്യത്ര സൂചിപ്പിച്ചത്. അതായത് ഇപ്പൊ പല ഹെഡുകളിലും പേയ്മെന്റിനുള്ള പ്രൊവിഷൻസ് കാണിച്ചിട്ടില്ല, 0 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കണക്കുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കണക്കുകളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കടത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇതാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞത്. വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് വരും കാലഘട്ടങ്ങളിലേക്ക് നഗരസഭയെ എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത്. എന്താണ് ഒരു BJP പ്രതിനിധിയും ഒപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായ പ്രിയയുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് നമ്മൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 206 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റാണ് കൊച്ചി നഗരസഭ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, 1200 കോടിയോളം രൂപയുടെ വരവ് പ്രതീക്ഷിച്ച് 934 കോടിയോടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് 200 ചില്ലാനും കോടി മാറ്റി വെച്ചിട്ട് ആ ബഡ്ജറ്റിന്റെ പ്രസംഗത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ, ആ കണക്കുകൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇത് ഒരിക്കലും ഒരു മിച്ച ബഡ്ജറ്റ് അല്ല, ഇതൊരു കമ്മി ബഡ്ജറ്റാണ്. ശരിക്കും എന്റെ അഭിപ്രായത്തിലും വെൽഫെയർ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് കമ്മി ബഡ്ജറ്റേ പറ്റുള്ളൂ. പക്ഷെ ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന മിച്ച ബഡ്ജറ്റാണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏത് സ്ഥാപനമായിക്കോട്ടെ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, നമ്മളുടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്റെ തനത് വരുമാനം
ആ തനത് വരുമാനത്തിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. നമ്മളൊരു പദ്ധതി രൂപീകരിക്കും. ഇപ്പൊ ഹെൻറി പറഞ്ഞ പോലെ അതൊരു ദിശാസൂചികയാണ്. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി അടുത്ത വർഷത്തെ പദ്ധതി നമുക്ക് ഉറപ്പ് പറയാനുള്ളത് എന്താണുള്ളത്? നമ്മളുടെ തനത് വരുമാനമാണ്. മറ്റെല്ലാം നമ്മൾ മറ്റ് ബഡ്ജറ്റുകളെ അല്ലെങ്കിൽ കേന്ദ്രം കാലാകാലങ്ങളിൽ പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും പദ്ധതികളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുന്നതാണ്. പക്ഷെ തനത് വരുമാനം നമ്മളുടെയാണ്. ആ തനത് വരുമാനം എന്ന് നോക്കിയാൽ നമുക്കറിയാം അത് മൊത്തം ബഡ്ജറ്റിന്റെ ഒരു 35% വരുന്നുള്ളൂ. 1200 കോടിയുടെ ഒരു 35% ഏകദേശം 400 ചില്ലാനും കൂടിയ തനത് വരുമാനം നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഇതൊരു എന്താ പറയാ, ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ ഹെൻറി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് ശരിയാണ്, നമ്മള് മുനിസിപ്പൽ ബോണ്ട് എല്ലാം വേണം. വികസനമാണ്. വികസനത്തിൽ നമുക്ക് ഭാരതത്തിലെ ഒരു സംസ്ഥാനം നമ്മൾ ഈ പറഞ്ഞ പോലെ സർപ്ലസിലൊന്നും പോകാൻ പറ്റില്ല. വികസനം വേണമെന്നുണ്ടെങ്കിൽ കടമെടുക്കണം. അതെല്ലാം കൃത്യമാണ്. ഈ ആസ്തി രജിസ്റ്റർ നമുക്കിപ്പോ മുനിസിപ്പൽ ബോണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ആസ്തികൾ പണയപ്പെടുത്തിയുള്ള നമ്മൾ ലോൺ എടുക്കണം. ഈ ബഡ്ജറ്റ് പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടായിട്ടാണ് ഈ ബഡ്ജറ്റ് രൂപീകരിച്ചിട്ടെങ്കിൽ ആദ്യം ആസ്തി രജിസ്റ്റർ കറക്റ്റ് ചെയ്ത് തന്നെ. ഇന്ന് ഈ LDFന്റെ ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് 5 വർഷം പൂർത്തീകരിക്കാൻ പോവാണ്. ഏകദേശം ഇനി മാസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. ഇന്നും ഈ ആസ്തി രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സലാമിനറിയാം, ഇവിടെ ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ സർവേയിൽ പോലും ഡിജിറ്റൽ സർവേയിൽ ഒരു അപേക്ഷ കൊടുത്താൽ നമ്മളുടെ ആസ്തികൾ എല്ലാം കിട്ടുമെന്ന സമയത്ത് പോലും അതിൽ പോലും ആസ്തി രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു കോർപ്പറേഷൻ ഇനി ഈ ആസ്തി രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷം എടുക്കണം? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മുനിസിപ്പൽ ബോണ്ടും ഈ പറയുന്ന ഈ കടമെടുപ്പും ഇതെല്ലാം ഈ അടുത്ത കാലത്ത് പോസിബിൾ ആണോ? ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വികസനം അടുത്ത കാലത്ത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ടോട്ടലായിട്ട് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അല്ല, ഇലക്ഷൻ മുൻപുള്ള ബഡ്ജറ്റ് തന്നെയാണല്ലോ ഇത്. ഇലക്ഷൻ അതിനകത്ത് തർക്കമില്ല. പക്ഷെ ഇലക്ഷൻ കണ്ടുകൊണ്ടിട്ടുള്ള ബഡ്ജറ്റ് ആണെന്നുള്ള അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. ബഡ്ജറ്റ് നിയമപരമായി അവതരിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ ബഡ്ജറ്റ് ഇവിടെ നേരത്തെ പറഞ്ഞത് ഒരു ദിശാബോധമാണ്. ദിശാബോധം നൽകേണ്ടതാണ്, കാഴ്ചപ്പാടാണ്. നഗരത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ പറയുന്നത്. കണക്കുകളിൽ പെശകുണ്ടെങ്കിൽ ആ പെശകുകൾ പരിഹരിച്ച് തന്നെ ബഡ്ജറ്റ് മുന്നോട്ട് പോവുള്ളൂ. അതിനകത്ത് അച്ചടി പെശകോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞാൻ പറഞ്ഞു, 2020 ഡിസംബറിൽ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളാണ് പ്രധാനമായും മത്സരിച്ചത്. അപ്പോൾ ആ മുന്നണികൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രിക അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും പൂർത്തിയാക്കിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഞാനിപ്പോൾ എണ്ണി പറയാനെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മുടെ നഗരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ കൗൺസിലിന് അഭിമാനകരമായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ നടപ്പിലായിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ സ്മാർട്ട് കൊച്ചി വഴി ഇപ്പോൾ സ്റ്റേറ്റിലാകെ നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഭരണസമിതി വരുമ്പോൾ ജനന മരണ വിവാഹം ഒന്നും ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഈ കൗൺസിലിൻ്റെ സമയത്താണ് ആയത്. സമൃദ്ധി കൊച്ചിയുടെ ഒരു അടയാളമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പണം കൂടി സഹായിച്ചുകൊണ്ട് നടക്കുന്ന പദ്ധതി. അങ്ങനെ ഒരു നഗരത്തിൽ വരാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരം ഏതാണെന്ന് വെച്ചാൽ അത് കൊച്ചിയാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലഭ്യമാണ്. അതിൻ്റെ ഷെയർ സ്വാഭാവികമായിട്ടും കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഡീസൽ വിറ്റഴിക്കപ്പെടുന്ന നഗരം ഏതാണെന്ന് വെച്ചാൽ അത് കൊച്ചിയാണ്. അപ്പോൾ അതിൻ്റെ ഷെയർ നമുക്ക് തരാനുള്ള അവകാശമുണ്ട്. നമ്മുടെ അവകാശമാണത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്. നിങ്ങളിപ്പോൾ സലാമൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന മേഖലയായിട്ടുള്ള മട്ടാഞ്ചേരി, ഞാൻ 2010 ടോണി ചെമ്മണി നേതൃത്വം നൽകിയ കൗൺസിലിൽ ഞാനും കുരീത്ര അംഗമായിരുന്നു. അന്നാണ് പദ്ധതി വരുന്നത്. അന്നാണ് തുരുത്തി ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ പദ്ധതി. എപ്പോഴാണ് പൂർത്തിയായത്? ഇപ്പോഴാണ് പൂർത്തിയാവണത്. ഞാൻ കുറച്ച് വളരെ കുറഞ്ഞൊരു 3-4 മാസം ഇപ്പോൾ PND കോളനിയിൽ ചെറിയ പെശക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ PND കോളനിയുടെ കൗൺസിലർ അവിടെ മരണപ്പെട്ടപ്പോൾ അവിടെ സഹായിക്കാൻ വേണ്ടി പോയ ഒരാളാണ് ഞാൻ. വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതാണ്. അവിടെ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് വെച്ച ആളുകൾ. അവരിപ്പോൾ ഒറ്റമുറി വീട്ടിലല്ല താമസിക്കുന്നത്. ഇതെല്ലാം കൊച്ചിക്ക് വന്നിട്ടുള്ളൊരു അടയാളങ്ങളാണ്. ഞാൻ അതാണ് പറഞ്ഞ എണ്ണി പറഞ്ഞപ്പോൾ പള്ളുരുത്തി, ഞാൻ നിൽക്കുന്ന നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്ന പള്ളുരുത്തിയുടെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 40 കൊല്ലക്കാലത്തെ ആവശ്യമായിരുന്നു മധുര കമ്പനി പാലം. ഞങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി. അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാവും. ഞാൻ പറഞ്ഞാൽ വെള്ളക്കെട്ട് കൊച്ചിയുടെ
വെള്ളക്കെട്ട് നാളെ ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടി അല്ല. പക്ഷെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഈ നഗരത്തിൽ നടന്നു കഴിഞ്ഞു. എല്ലാവരും കൂടി കൂട്ടായി. ഇവിടെ എൻട്രി ഓസ്റ്റിൻ സൂചിപ്പിച്ച ഫണ്ടുകളുടെ കുറവ് ഉണ്ട്. ഫണ്ടിന്റെ അത് പ്ലാൻ ഫണ്ട് പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ വരാം. അതിനനുസരിച്ച് വേറെ ഫണ്ടുകൾ CSML അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. അത് നമ്മൾ കാണുകയും ചെയ്യണം. പക്ഷെ പറയുമ്പോൾ കാര്യങ്ങൾ സത്യസന്ധമായി പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. അപ്പോ ഡിവിഷനുകളിൽ കൗൺസിലർമാർ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഒന്നുപോലും നിരാകരിച്ചിട്ടില്ല. പ്ലാൻ ഫണ്ടിന്റെ കണക്കാണ് പറഞ്ഞത്. ഓൺ ഫണ്ട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ആ ഓൺ ഫണ്ടിൽ ആ ഒരു കൗൺസിൽ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ ഒരു റോഡോ കാനയോ മറ്റെന്തെങ്കിലും നിർമ്മിക്കണമെന്നുള്ള ആവശ്യവുമായി നഗരസഭയിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ അതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ പോലും മടക്കി വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വികസനം ഇല്ലെന്ന് പറയുന്നത്? മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ 4 കൗൺസിലർമാരും ഓരോരോ ഡിവിഷനുകൾ ചോദിച്ചാൽ ബെസ്റ്റാണ്, കാര്യങ്ങൾ നടത്താൻ മുന്നോട്ട് വരുന്നുണ്ട്. അത് ഈ പറയുന്ന പ്ലാൻ ഫണ്ടിലെ സംഖ്യ വെച്ച് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അല്ല, നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വായ്പ എടുക്കുന്ന വായ്പ എടുക്കണമെന്നേ, അതാണ് പറഞ്ഞു, വായ്പ എടുക്കണം. ഒരു വൻകിട കുത്തക മുതലാളിക്ക് വായ്പ കൊടുക്കുന്നതിനേക്കാൾ ഗ്യാരണ്ടി അല്ലേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വായ്പ കൊടുക്കുമ്പോൾ ബാങ്കിന് ലഭിക്കുന്നത്? ഇവിടെ അതിന് ഈ വായ്പ എടുത്ത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇൻകം വരണമെന്നുള്ള അഭിപ്രായം ശരിയാ. അതായത് ഞങ്ങളിപ്പോ CPMന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിൽ പിണറായി അത് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്? ടോള് പിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? അത് ആവശ്യമില്ലെന്നുള്ള നിലപാടാണ്. അത് ഭാവിയിൽ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ചർച്ച ചെയ്തും പരിഹരിച്ചും ഒക്കെ തിരുത്തേണ്ടതാണ്. അപ്പോൾ എല്ലായിടത്തും അല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ള രേഖയിൽ. നമുക്ക് ഇങ്ങോട്ട് ഇൻകം കണ്ടെത്താൻ കഴിയുന്ന മേഖലകൾ ഏതാണ് എന്ന് പ്രത്യേകമായി കണ്ടെത്തി ഇൻകം കണ്ടെത്തണം. എല്ലായിടത്തും അല്ല എന്ന് വെച്ച് സാധാരണക്കാരന്റെ പുറത്ത് നികുതി ചുമത്താത്ത വിധം നമുക്ക് വരുമാനം കണ്ടെത്തണം. അപ്പോൾ വായ്പ എന്ന് പറയുന്നൊരു മഹാ അപരാധമല്ല. നാളത്തെ കൗൺസിൽ എടുത്താലും അതിനുശേഷമുള്ള കൗൺസിൽ എടുത്താലും അതിന് തിരിച്ചടക്കുവാനുള്ള കപ്പാസിറ്റി കോർപ്പറേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിന് അനുവാദം കിട്ടും. അനുവാദം കിട്ടിയില്ലെങ്കിലോ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഈ നഗരത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറഞ്ഞ സ്കൂളുകളായിരുന്നു, വിദ്യാലയങ്ങൾ. കൊച്ചിയിലെ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൊച്ചി നഗരത്തിൽ ആദ്യമായി ടർഫ് നിർമ്മിച്ച ഈ കൗൺസിലാണ്. ഒന്നിപ്പോ 10ാം ഡിവിഷനിൽ നിർമ്മാണം പൂർത്തിയാക്കി, അതിന്റെ ഒപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ചാണ് പള്ളുരുത്തി കച്ചേരിപ്പടി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ. അപ്പൊ അങ്ങനെ കായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ബ്രഹ്മപുരം പരിപൂർണമായി പ്രശ്നം പരിഹരിച്ചെന്നുള്ളതല്ല, ബ്രഹ്മപുരത്തൊരു പുതിയ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു പുതിയ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. അതെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. അപ്പൊ ബ്രഹ്മപുരത്ത് BPCLന്റെ BPCL നമുക്ക് സഹായിക്കണം. എന്തുകൊണ്ടാ? ഈ നഗരത്തിൽ BPCLന് വരുമാനം നേടിക്കൊടുക്കുന്ന നഗരമാണ്. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്ലാന്റ് നിർമ്മിക്കുന്നു. പ്ലാസ്റ്റിക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നിട്ടും കൊച്ചി നഗരത്തിൽ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകർ ശ്രദ്ധയപ്പെടുത്തേണ്ടതാണല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കാണുവാൻ സാമ്പത്തികമായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ബജറ്റ് പ്രസംഗിച്ച് ഞാനൊരു കവിത 2 വരി ഞാൻ പാടി. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമനുഷ്യൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് എന്നാണ് പറഞ്ഞത്. ഈശ്വരനും അല്ല മാന്ത്രികനും അല്ല നമ്മളാരും. പക്ഷെ പണത്തെ കണ്ടെത്തി ആ കണ്ടെത്തിയ പണത്തെ ഏതാണോ ജനങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായ വിഭജനം നടത്തി അത് നടപ്പിലാക്കുവാൻ എല്ലാ പ്രദേശങ്ങളെയും ചേർത്ത് വെച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പണം, ഇപ്പൊ CSML 50% കേന്ദ്ര സർക്കാരിന്റെ 50% സ്റ്റേറ്റുമാണ്. ഈ ഫണ്ടിനെ വെറുതെ ലാപ്സായിക്കളെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പണം ചെലവഴിക്കുകയല്ല ചെയ്തത്. അതിനെ നമ്മളിപ്പോ ജെറ്റിൻ മെഷീനുകൾ, പായൽ നീക്കം ചെയ്യാനുള്ള മെഷീനുകൾ, ഇങ്ങനെ നിങ്ങൾ ഓരോന്നെടുത്തോ, ഇതെല്ലാം ഓരോന്നോരോന്നായി ചെയ്തു. അതിനെ കൃത്യമായി ഭാവി കൊച്ചിക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങളാണ് അതിലൂടെ ഈ കൗൺസിൽ മേയറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. കൊച്ചിക്ക് ഒരു സാംസ്കാരിക നയം കൊണ്ടുവന്നു. എപ്പോഴും നമുക്ക് വേണ്ടത് റോഡും കാനയും കെട്ടിടങ്ങളും മാത്രമല്ല, നമുക്കൊരു സാംസ്കാരിക മുഖം ഉണ്ടാവണം. ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയണം. അതിനനുസരിച്ചുകൊണ്ടുള്ളൊരു
സാംസ്കാരികമായ നയം ഉണ്ടാക്കുന്നതിനാവശ്യമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരത്തിൽ നടന്നു. ഈ സാമ്പത്തിക പ്രയാസം ഇവർ പറയുമ്പോഴും ഞാനിപ്പോഴും പറയുന്നു, പ്ലാൻ ഫണ്ടിന്റെ കണക്ക് പറഞ്ഞു, അത് പഴയതും പുതിയതുമായിട്ട് താരതമ്യം ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും നഗരസഭയുടെ UDFന്റെ കൗൺസിലർമാരാണെങ്കിലും BJPയുടെ കൗൺസിലർമാരാണെങ്കിലും അനുവദിക്കപ്പെട്ട പ്ലാൻ ഫണ്ടിൽ നിന്ന് പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതെ വന്നപ്പോൾ ഞങ്ങളുടെ ഡിവിഷനിൽ ഇന്ന സ്ഥലങ്ങളിൽ ഓൺ ഫണ്ടുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടു കൊടുത്ത കത്തുകളൊന്നും നിരാകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ വരുമ്പോൾ ഉണ്ടായിരുന്ന കോർപ്പറേഷനിലെ കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക അല്ല ഇപ്പോൾ ഉള്ളത്. UDFന്റെ കാലത്ത് 35 മാസം കുടിശ്ശിക കൊടുത്തു തീർത്തിട്ട് LDFന്റെ കാലത്തെ 24 മാസം കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുകയാണ്. അത് അപ്പോൾ കുടിശ്ശിക പരമാവധി ഇല്ലാതാക്കി പോകാനാണ് സാമ്പത്തിക മാനേജ്മെന്റുകളുടെ, അത് സാമ്പത്തിക ഒരു അച്ചടക്കം ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവിഷൻ ഫണ്ട് ഇല്ല, പക്ഷെ ഡിവിഷൻ ഫണ്ട് ഇല്ല എന്ന് വെച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു വർക്കും നിരാകരിച്ചിട്ടില്ല. ഇതൊന്ന് ആഡ് ചെയ്യാനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് അത് ഒരു യൂസേജ് ഓഫ് ടേം നല്ലതാണ്. പക്ഷെ നമുക്ക് പണമില്ലാതെ നമ്മൾ ചെലവഴിക്കാൻ, ഇല്ലാത്ത പണം ചെലവഴിക്കാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവ് കുറയുമല്ലോ. ഇപ്പൊ അതായത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഒരു കൗൺസിലർക്ക് 70 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട്, ഇപ്പൊ 5 വർഷം കൊണ്ട് 3.5 കോടി ഗ്യാരണ്ടീഡ് ഫണ്ട് ഉണ്ട്. ഇപ്പൊ 42x5 2 കോടി. അപ്പോൾ 3.5 കോടിയിൽ നിന്ന് 2 കോടിയായിട്ട് ഞങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള പ്ലാൻ ഫണ്ട് കുറഞ്ഞു. 1.5 കോടി കുറവാണ്. കിട്ടിയ കാശ് ഞങ്ങൾ ചെലവഴിച്ചു എന്നുള്ള കൗൺസിലർമാരുടെ എടുക്കുന്ന പറഞ്ഞാൽ മതി, സർക്കാരിന്റെ ഔദാര്യമല്ല. അപ്പൊ 3.5 കോടി ഉണ്ടായിരുന്ന ഫണ്ട് 2 കോടിയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 അന്ന് 1 കോടി രൂപ ഡിവിഷൻ ഫണ്ട് ഒരാൾക്ക് അനുവദനീയമായിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 5 കോടി രൂപ ഒരു കൗൺസിലർക്ക് ഡിസ്പോസിബിൾ ഫണ്ട് ഉണ്ട്. അതായത് അത്രയും പദ്ധതികൾ വെക്കാം, അത്ര ഗ്യാരണ്ടി ആയിട്ട് വെക്കാം. ഇപ്പൊ എത്ര ഫണ്ട് വെച്ചിരിക്കുന്നത്? 0. ഫണ്ടേ ഇല്ല. അപ്പൊ പിന്നെ അത് സാമ്പത്തിക അച്ചടക്കമാണോ, കയ്യിലില്ലാത്തതുകൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്തതാണോ എന്നുള്ളത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞത്, 36 മാസത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന ഇന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 24 മാസം ഉണ്ട്. ഇപ്പൊ 12 മാസത്തെ കുറച്ചു. എങ്ങനെ കുറച്ചു? ഡിവിഷൻ ഫണ്ട് വെട്ടിച്ചുരുക്കി. അപ്പൊ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള കൗൺസിലർമാർ, ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള വികസനം, റോഡ്, വെള്ളക്കെട്ട്, അങ്ങനെയുള്ള വികസനമാണെങ്കിലും ഈ പ്രാദേശികമായിട്ട് ഒരു കൗൺസിലർ ചെയ്യുന്ന പ്രവർത്തനം ലോക്കലായിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൗൺസിലറിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലോ. ഡിവിഷൻ കമ്മിറ്റികൾ ശുപാർശ ചെയ്ത് ആ ശുപാർശകൾക്ക് അനുസൃതമായി നടത്തുന്ന പദ്ധതികളാണ്. അതിന് ഫണ്ട് വേണ്ടേ? ഞങ്ങളുടെ കയ്യിലെ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ വസ്തുത. കാരണം ഇപ്പൊ ഈ LDFന്റെ ഭരണ കാലഘട്ടത്തിൽ, അത് ഞാൻ ഒരു കാര്യം ഇത് സൂചിപ്പിക്കാം, കോർപ്പറേഷന്റെ സാമ്പത്തിക പരിമിതികൾക്ക് വലിയൊരളവിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഭരണ പരാജയമായിട്ട് പറയുന്ന ഒരു കാര്യം, 290 കോടി രൂപ GST കോമ്പൻസേഷൻ ഇനത്തിലും പെൻഷൻ കോമ്പൻസേഷൻ ഇനത്തിലും സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ നൽകാനുണ്ട്. 1 രൂപ പോലും LDF ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൽ നിന്ന് LDF ഭരിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ വാങ്ങിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. 1 രൂപ പോലും വാങ്ങിക്കാം. പിന്നെ UDFന്റെ കാലഘട്ടത്തിൽ സംസ്ഥാനവും കോർപ്പറേഷനും UDF ഭരിക്കുമ്പോൾ 40 കോടിയുടെ സ്പെഷ്യൽ പ്രോജക്ട്സ് റോഡിന് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. എന്തെങ്കിലും ഒരു പാക്കേജ് എറണാകുളത്തിന് വേണ്ടി, കൊച്ചിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ പറയുന്ന ഓരുവെള്ള പ്രശ്നം, ഓരുവെള്ളം ഇപ്പൊ ശ്രീജിത്തിന്റെ ഡിവിഷനിലും എൻ്റെ ഡിവിഷനിലും ഈ പ്രശ്നമുണ്ട്. ഞങ്ങൾ രണ്ടും കായലുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന മേഖലയാണ്. എല്ലാവരും ബാധിക്കുന്നവരാണ്. ആളുകളുടെ ജനകീയ പ്രശ്നമാണ്. അപ്പൊ ഇതിലിപ്പോ നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരുമായിട്ട് സംസാരിച്ച് 20 കോടി രൂപ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്. വടുതല മേഖലയിൽ മാത്രം 65 കോടി വേണമെന്ന് കോടതിയിൽ സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെയും ചോദ്യം. 20 കോടി കൊണ്ട് എങ്ങനെ തീരും? അപ്പൊ അത് യാഥാർത്ഥ്യബോധത്തോടെ, അത് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രശ്നപരിഹാരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് സംസ്ഥാന സർക്കാരിൽ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിന്റെ ഒരു പ്രതിഫലനം കൊച്ചിൻ കോർപ്പറേഷനിലും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? നമ്മളിപ്പോൾ 25% നമ്മുടെ ഫീസുകളെല്ലാം കൂട്ടി, ടാക്സസ് ഒക്കെ കൂട്ടി, മെയിൻ്റനൻസ് കുറച്ചു എന്ന് പറയുന്നു. പക്ഷെ കണക്കിലതില്ല. ഇപ്പൊ CSML നടത്തിയ പദ്ധതിയുടെ 2000 കോടിയുടെ പദ്ധതി CSML പദ്ധതി നടക്കുന്നു. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞാൽ കറക്റ്റ് 20% നമ്മൾ കൊടുക്കണം. നമ്മൾ എത്ര കൊടുത്തു? ഇത് റസിയയുടെ സ്റ്റിച്ചിങ് കൊച്ചിക്കാർക്ക് പെരുത്തിഷ്ടാണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് അതിനവരെ സഹായിക്കുന്നത് ജെസൽ ഒപ്റ്റിക്കൽസിന്റെ പെർഫെക്റ്റ് ലെൻസ് ഡിസ്പെൻസിംഗ് ആണ്. ദേവദത്തിന്റെ പെയിന്റിങ്ങിന് ആരാധകർ ഏറെയാണ്. സൂക്ഷ്മമായ നിറവൈവിധ്യങ്ങൾ തിരിച്ചറിയാൻ ജെസൽ ഒപ്റ്റിക്കൽസിൽ ഐ ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് വിഷൻ ഉറപ്പാക്കിയ കണ്ണടയാണ് അദ്ദേഹം ധരിക്കുന്നത്. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും.
മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസലിന്റെ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 160 രൂപയുടെ റെഡ് ലേബിൾ ചായക്ക് 135 രൂപയ്ക്ക്. കൊള്ളാലോ. ബേബി എന്താ 795 രൂപ, 540. 469 രൂപയുടെ ബൂസ്റ്റ് 389 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. ചീരപ്പൊടി, അപ്പപ്പൊടി, മൈദപ്പൊടി, ആട്ടപ്പൊടി 259 രൂപയുള്ളൂ. ഇത്രയധികം ഓഫേഴ്സാ? തീർന്നില്ല. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. ഞാൻ ലിസ്റ്റ് 50% ഓഫർ ഉണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ 50% ഉണ്ട്. പിന്നെ എന്തായാലും കുറെ പറഞ്ഞ ശനിക്കല്ലേ, ഇത് കുടിച്ചോ. 59 രൂപയുള്ളൂ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിയർ ശ്രീനാരായണ ഹാൾ, മാർജിൻ ഫുഡ് മാർക്കറ്റ്, പുള്ളിക്കൽ, കൊച്ചി. ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. 2000 കോടി 20% 400 കോടി നമ്മൾ കൊടുക്കണ്ടേ അല്ലേ? ഒരു എത്ര ഇപ്പൊ 1000 കോടി ഇപ്പൊ നിലവിൽ ചെലവഴിച്ചു. ഇപ്പൊ 100 കോടി നമ്മൾ കൊടുക്കണമല്ലോ. എത്ര കൊടുത്തു? 6 കോടിയേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള കൊടുക്കണം. അപ്പൊ ഈ ഓപ്പറേഷൻ പേരിൽ നമ്മൾ വാങ്ങിച്ച വാഹനങ്ങൾ, വീഡ് ഹാർവെസ്റ്റർ, സിൽറ്റ് പുഷർ,
എല്ലാം ONM അടക്കമാണ്. അതായത് 5 വർഷത്തേക്കുള്ള അതിന്റെ ഡീസലും ഡ്രൈവറിന്റെ ചെലവും പരിപാലനവും റിപ്പയറും ഒക്കെ ആ കമ്പനി നടത്തും. അപ്പൊ ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. കാര്യം സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് 91 കോടിയുടെ ബാധ്യത നമുക്കുണ്ട്. അത് മേയർ തന്നെ കത്തില് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 91 കോടി ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭരണസമിതി അടുത്ത ഭരണസമിതി അത് നമ്മളുടെ ULP ഷെയർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ ഒരു സ്മാർട്ട് സിറ്റി മിഷൻ നടപ്പിലാക്കുമ്പോൾ 50% കേന്ദ്രം നൽകുന്നു, 30% സംസ്ഥാന സർക്കാർ നൽകുന്നു, 20% നമ്മൾ ഇടണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇടണമെന്നുള്ളതാണ് അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ളത്. അപ്പൊ ഏത് പദ്ധതിയാണെങ്കിലും ശ്രീത്ത് പറഞ്ഞാൽ ഒരു കാര്യമാണ്, നമ്മളുടെ ഒരു കണ്ടിന്യൂഷനാണ്. ഇവിടെ നടത്തിയ തുരുത്തി പദ്ധതി ആണെങ്കിലും ശരി, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എറണാകുളം മാർക്കറ്റ് ആണെങ്കിലും ശരി, ഇതെവിടെ ഉത്ഭവിച്ചു? ഉത്ഭവം 2010 ആണ് നമുക്കിതിന് സാങ്ഷൻ കിട്ടുന്നത്. അന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP യാണ്. വെങ്കയ്യ നായിഡുവിന്റെ സമയത്താണ് സ്മാർട്ട് സിറ്റി മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള കോൺടെസ്റ്റിലൂടെ 100 സിറ്റികളിൽ 5ാം സ്ഥാനത്ത് കൊച്ചി UDF ഭരിച്ചത് കൊച്ചി വന്നതുകൊണ്ടാണ് നമുക്കത് അനുവദിച്ച് കിട്ടിയത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്ക് SPV ഉണ്ടാക്കാനായിട്ടുള്ള അനുമതി. ആ SPVയുടെ രൂപീകരണം ഇടത് സർക്കാർ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കൗൺസിൽ കാലങ്ങളിൽ പൂർത്തീകരിക്കായിരുന്നത്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഇപ്പം ഞങ്ങളത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ എറണാകുളം മാർക്കറ്റിന്റെ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചു, നല്ല കാര്യമാണ്. കാരണം അത് അങ്ങനെയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് ഒരു കുറെ കൂടി സിംഗ്രണൈസേഷൻ ഇടത് സർക്കാർ എറണാകുളം മാർക്കറ്റ് മാത്രം പൂർത്തീകരിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള മാർക്കറ്റുകളൊന്നും തുടരണം. CSML പദ്ധതി മാത്രമാണ് പ്രിയ പറഞ്ഞ പോലെ നമ്മുടെ ഓൺ ഫണ്ട് വെച്ച് ഞാൻ ശ്രീജിത്ത് ഈ കവിതയൊക്കെ ചൊല്ലുന്ന സാംസ്കാരിക മേഖലയില് ഞങ്ങളൊന്നും ചോദ്യമില്ലാത്ത ഞാൻ പാട്ട് അതുകൊണ്ട് അതിനെ മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ സാംസ്കാരിക എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇപ്പൊ ഈ കസേര എനിക്ക് തൊട്ട് പറയാം, ഇത് കസേരയാണെന്ന് പറയാം. ഇങ്ങനെ ഒരു കസേരയുടെ രൂപകൽപ്പന നടക്കുന്നതാണ് സാംസ്കാരികം എന്ന് പറയുന്നത്. നമുക്ക് വർണ്ണന നടത്താം, പക്ഷെ കസേര വേണമെന്നില്ലല്ലോ. അപ്പൊ സാംസ്കാരിക രൂപീകരിക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ടാഞ്ചിബിൾ അല്ലല്ലോ, ഇൻടാഞ്ചിബിൾ ആയിട്ടില്ല. അതായത് നമ്മളൊരു നടപടിക്രമങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് ഓരോ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ അത് ചെയ്യും. അതിൻ്റെ അകത്തുള്ള അത് ഇവർ ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ പോയിന്റ്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റിസോഴ്സസ് വളരെയധികം കേർട്ടേൽ ചെയ്ത് ഭാവിയിൽ കടമെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു നിർത്തുന്നതിൻ്റെ ഒരു റെവലേഷനാണ് ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ നടത്തിയ ഇതിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ട് വെച്ച് നമ്മൾ ഈ കൗൺസിൽ കാലയളവിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഈ കൗൺസിൽ 2020-24 വരെ ഇപ്പൊ എത്തിയിരിക്കുന്ന ഈ കൗൺസിൽ ഈ കാലയളവിൽ നമ്മൾ വിഭാവനം ചെയ്ത് അതായത് ഈ കൗൺസിൽ നടപ്പാക്കാൻ തീരുമാനമെടുത്ത് ഫണ്ട് വെച്ച് പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതി പറ. അതുപോലെ ഞാൻ ആഡ് ചെയ്യണേ, ശ്രീജിത്ത് ഞാൻ എവിടെയാണോ പറഞ്ഞ് അവസാനിപ്പിച്ച അവിടെയാണ് ശ്രീജിത്ത് നിൽക്കുന്നത്. കാരണം ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെന്നാണ് ശ്രീജിത്ത് പറഞ്ഞത്. കാരണം ശ്രീജിത്ത് പറഞ്ഞു അത് ശരിയായില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ ഒരു ബഡ്ജറ്റ് വരുമ്പോ അവർക്ക് തന്നെ ഒരു ലക്ഷ്യബോധമില്ല, അത് ശരിയായില്ലെങ്കിൽ കിട്ടില്ല, എന്നാലും ഇട്ട് നോക്കാം, ഇതേ മാത്രം. പക്ഷെ അതിനുള്ള ഒരു പ്രയത്നം അവരുടെ ഭാഗത്തില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറഞ്ഞു തന്നെ നമുക്കറിയാം. ഇപ്പൊ ഹെൻറി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒരാഴ്ച മുമ്പ് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മളുടെ പാർലമെന്റിൽ നടത്തിയ ബഡ്ജറ്റ് നമ്മളുടെ എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് തോന്നുന്നു അത് ചോദ്യം ചോദിച്ചത്. അദ്ദേഹം അവർ നൽകിയ ഒരു കണക്കുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ്. ഏകദേശം 239% വർധനവാണ് 2004-2014 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ടിനേക്കാൾ 2014-24 വന്നേക്കണം. അപ്പൊ 239% കൂടുതൽ. മറ്റ് ഗ്രാന്റുകൾ 500 ചില്ലാനം കോടിയാണ് കൂടുതൽ. അതായത് കേന്ദ്ര ഗ്രാന്റ് 42,000 കോടി കിട്ടുന്ന സ്ഥലത്ത് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന 1.75 ലക്ഷം കോടിയാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ തുക കിട്ടാത്തത് കൊണ്ട് പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ്. ഒരു മിസ്മാനേജ്മെന്റ്, ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുക ഗ്രാന്റുകളെല്ലാം വർധനവുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന വികസന പദ്ധതികൾക്കായി വരുന്ന പ്ലാൻ ഫണ്ടിൽ വർധനവില്ല. പക്ഷെ ഈ പ്രാവശ്യം ചെറിയൊരു വർധനവുണ്ട്. ആ വർധനവും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരാഴ്ച മുമ്പ് നടന്ന കൗൺസിൽ ചർച്ചയിൽ പോലും അത് എത്രയാണെന്ന് കൃത്യമായിട്ട് വകയിരുത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ വികസനം മുന്നോട്ട് പോകില്ല. പിന്നെ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ 4 പേരും വികസനങ്ങൾ നടത്തുന്നതാണ്. ഞാൻ വളരെ തുച്ഛമായിട്ട് ഡിവിഷൻ ഫണ്ട് ഉപയോഗിക്കുന്ന ആളാണ്, പ്ലാൻ ഫണ്ടിലും മറ്റുള്ള കാര്യത്തിൽ ഉപയോഗിക്കണം. ശ്രീജിത്തിനോട് നോക്കാം, ഒരു വർഷം ഞാൻ ഏകദേശം ഉപയോഗിക്കുന്ന ഒരു 10 ലക്ഷം രൂപ, ചില വർഷം അതുപോലെ ഉപയോഗിക്കാറില്ല, ചില 5 ലക്ഷം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്ലാൻ ഫണ്ടിന്റെ ഇതില് നമ്മൾ തനത് ഫണ്ട് അത് ഉപയോഗിക്കുന്ന കുറവാണ്. എന്തുകൊണ്ടെന്നാൽ
കാരണം അതിലിപ്പോ ശ്രീജിത്ത് പറഞ്ഞ ഫയലൊക്കെ പാസ്സാവും, കറക്റ്റാണ്. ആര് നടപ്പിലാക്കും? ഇതാര് പണിയണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉള്ള കോൺട്രാക്ടർമാർ വേണം. ഈ ലൈസൻസ് ഉള്ള കോൺട്രാക്ടർമാർ എത്ര വർഷമായി കൊച്ചി നഗരത്തിൽ സമരം ചെയ്യാനാണ്? അത് LDF UDF മിസ്മാനേജ്മെന്റ് ആണ്. അത് LDF മിസ്മാനേജ്മെന്റ് അറിയില്ല. കാരണം LDF UDF ഭരണം ഏറ്റെടുക്കുമ്പോൾ 39 മാസത്തെ ഇതാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഇവര് ഭരണം ഏറ്റെടുത്തപ്പോഴേക്കും ഇവർക്കും 26 ചുരുക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇവര് ഈ UDF ബാക്കി വെച്ചെന്താണോ പോയത്, ഒരു വലിയൊരു കടം ബാക്കി വെച്ചു പോയി. അത് LDF ആ കടം LDF പേറിക്കൊണ്ടു പോകുന്നു. അപ്പോൾ അതും അവർക്ക് പൂർണ്ണമായിട്ട് അവർക്കത് ക്ലിയർ ആക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനവരെന്താ ചെയ്തത്? വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടി ഡിവിഷൻ ഫണ്ട് വേണ്ടാന്ന് വെച്ചു. അതാണ് അവർ ചെയ്ത. അപ്പൊ ഇങ്ങനെയാണോ വികസനം പോകേണ്ടത്? വികസനത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി ഫണ്ടുകൾ കൂടുതൽ അലോട്ട് ചെയ്തല്ലേ വരേണ്ടത്. അല്ലാണ്ട് LDF UDF വരുത്തി വെച്ച ഒരു കടം ഞങ്ങൾ ഇങ്ങനെ തീർത്തു, എങ്ങനെ വികസനത്തിന് തടയിട്ട്? ഇതാണ് കൊച്ചി നഗരത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേരാണല്ലോ, സ്വാഭാവികമായിട്ട് എനിക്ക് സമയം ഉണ്ടാവും. അതെ, ഇത്ര അധികം പറയണില്ല, എനിക്ക് എടുത്തോളാനാണ്. അതെ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചർച്ചയിൽ നിന്ന് ഇപ്പോഴും ഉറച്ചിരിക്കുകയാണ്. സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഫണ്ട് ഇപ്പൊ ഇവിടെ പ്രിയ പറഞ്ഞു, ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞു ഫണ്ട് തരാമെന്ന് പറഞ്ഞു, ഫയലായിക്കോളാം. തന്നെയാണ് ഞാൻ 39 മാസത്തെ കാര്യം പറഞ്ഞത്. അതേ ആളുകൾ തന്നെ പറയാണ് UDFന്റെ കാലത്ത് വികസനം നടന്നിട്ടുണ്ടെന്ന്. എന്റെ വൈരുദ്ധ്യം മനസ്സിലാവണില്ല, മനസ്സിലായ? അപ്പോ ഈ 1 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. 39 മാസം കുടിശ്ശികയുണ്ടായിരുന്ന സമയത്ത് 1 കോടി രൂപ അനുവദിച്ചപ്പോഴും വർക്ക് നടന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഐലൻഡ് ഡിവിഷന് എന്തിനാ 1 കോടി രൂപ? നമ്മള് ഡിവിഷൻ ഒരു കൗൺസിലർക്ക് 1 കോടി രൂപ ഒരു ഡിവിഷനിൽ ചെലവഴിക്കുന്നത് നിലയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തൊട്ടടുത്തേക്ക് മരട് മുനിസിപ്പാലിറ്റി UDF അല്ലേ ഭരിക്കണം, അപ്പുറത്ത് തൃപ്പൂണിത്തുറ LDF ആണ്. ഇവിടെ ഒന്നും ഈ ഇടപാടില്ല, ഡിവിഷൻ ഫണ്ട് എന്നുള്ള ഇടപാട് പഞ്ചായത്തിലുണ്ട്. ഞാൻ തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയിലില്ല, പഞ്ചായത്തും കോർപ്പറേഷനും രണ്ടും ചെറിയ ഏരിയ. അപ്പോ ഇവിടെ ഇതില്ലെങ്കിലും ഡിവിഷൻ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത സംഖ്യ എന്ന് മാറ്റി കോർപ്പറേഷൻ കൗൺസിലർമാർ ആ ഡിവിഷനിൽ ആവശ്യപ്പെടുന്ന ഫണ്ട് അനുവദിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രിയ കൊടുക്കാതിരുന്നെന്ന് എനിക്കറിയില്ല, എത്ര കൂടുതലാണെങ്കിൽ കൊടുക്കുക. 1 കോടിക്ക് അപ്പുറത്തേക്ക് കൊടുക്കാൻ വന്നിട്ടില്ല. കൊടുക്കാതിരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് പ്രിയ ഡിവിഷനിൽ വർക്ക് നടക്കാതിരിക്കണമെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടാവും. നടക്കുന്നില്ലെങ്കിൽ അത് പ്രിയ പരിഹരിച്ചാൽ മതി. അതിന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, മേയർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊന്ന്. പിന്നെ ഇവിടെ പറഞ്ഞ ഓരുവെള്ള പ്രശ്നം 60 കോടി രൂപ വടുതല മേഖലക്ക് വേണം എന്ന് പറഞ്ഞു. എടക്കൊച്ചിക്ക് പണം വേണം, പള്ളുരുത്തിക്ക് വേണം. ഓരുവെള്ള പ്രശ്നത്തെ നഗരസഭ മാത്രമായിട്ട് പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണോ? അല്ല. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. ഇപ്പോ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ കൗൺസിൽ തീരുമാനിച്ചത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് പണം ചെലവഴിക്കുന്ന നമ്മളെ പേയ്മെന്റ് പ്രയോറിറ്റിയുമായി. ആ പേയ്മെന്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ സ്വന്തമായിട്ടുള്ള തോടുകളിൽ സ്ലൂയിസുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായി എത്ര സംഖ്യ വേണോ അത് നഗരസഭ നൽകും. ഇതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്ത് ഇപ്പൊ പള്ളുരുത്തി എടക്കൊച്ചി മേഖലയിൽ എല്ലായിടത്തും എസ്റ്റിമേറ്റ് എടുത്തു, ഫയലായി. പിന്നെ കായലോരം കെട്ടേണ്ടത് MLA-മാർക്ക് 6 കോടി രൂപ ഒരു വർഷമുണ്ട്. അതിൽ 5 കോടി രൂപ നോംസ് ഉണ്ട്. 1 കോടിയിൽ MLA-ക്ക് സ്വയം തീരുമാനിക്കാം ഏത് വർക്ക് എവിടെ ചെയ്യണമെന്നുള്ളത്. ചെലവഴിക്കണം, MP ചെലവഴിക്കണം. കൊച്ചി നഗരത്തിന്റെ പ്രശ്നം വേലിയേറ്റമാണ് ഇപ്പോഴത്തെ ഗുരുതരമായ പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണം, മുൻഗണന കൊടുക്കണം. അതിൽ MP-മാരും MLA-മാരും പണം ചെലവഴിക്കണം. വടുതലയിൽ 60 കോടി ആണെങ്കിൽ അത് ഇവര് 3 പേരും കൂടി ചെലവഴിക്കണം. അവിടുത്തെ MP-യും MLA ഒക്കെ കൂടി ചെലവഴിക്കണം. ഉള്ളത് വെച്ച് ഒറ്റടിക്ക് നമ്മൾ തീർക്കാൻ നോക്കരുത്. എവിടെയാണോ കൂടുതൽ വേലിയേറ്റം വരുന്നത് ആ വേലിയേറ്റം ശ്രീജിത്തിന്റെ അനുഭവത്തോടെ ഒരു കാര്യം പറയാം. കാരണം ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. ഒരു വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷന് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല, അത് നമുക്കും ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം ഒരു മിനിറ്റ് എൻട്രി
അതിനകത്ത് പറഞ്ഞത് അതിൽ 2 കോടി രൂപ വെച്ചുള്ളെന്ന് ആക്ഷേപം പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നത്തില് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? 2018 ഫ്ലഡ് വന്നു. ഫ്ലഡ് വന്നപ്പോൾ നമ്മുടെ അഴിമുഖത്തേക്ക് പോകുന്ന 2 ചാലിലൂടെയാണ്. ഒന്ന് വേമ്പനാട് കായലിലൂടെയും മറ്റേത് ചിറ്റൂർ പുഴയിലൂടെയും. ചിറ്റൂർ പുഴ വടുതലക്കായലിലൂടെ വന്ന് ചേരുന്നു, വേമ്പനാട് കായൽ ഇവിടെ കൂടി വന്ന് ചേരുന്നു. അരൂർ പാലത്തിനടിയിലും ചിറ്റൂർ മേഖലയിലും അന്ന് അടിഞ്ഞുകൂടിയ സിൽറ്റ്, 2018 അടിഞ്ഞുകൂടിയ സിൽറ്റ് ഇന്നേ വരെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു നീക്കവും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല. 7600 കോടി ദുരിതാശ്വാസ ഫണ്ട് കിട്ടിയിട്ടും അതിൽ ഇത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റേണ്ടതാണെന്ന്, ഈ ഡീസിൽറ്റ് ചെയ്യേണ്ടതാണെന്ന് അറിയാമായിരുന്നിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ കൗൺസിലർമാരായ വേളയിൽ തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ മീറ്റിംഗിൽ വന്നപ്പോൾ ഞങ്ങൾ ഇത് അദ്ദേഹം സമ്മതിച്ചു, പ്രശ്നമുണ്ട്, അരൂർ പാലത്തിനടിയിൽ ഇവിടെ ഇതുണ്ട്, അത് ചെയ്യാനായിട്ട് 100 കോടി രൂപയാവുമെന്ന് പറഞ്ഞു. ആ 100 കോടി രൂപ എത്രയോ പദ്ധതികൾ വെച്ചു, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? രണ്ടാമത്, ഇതിന്റെ ബൗണ്ടറി കെട്ടേണ്ടത്, കരിങ്കൽ ബൗണ്ടറി കെട്ടേണ്ടത് 2 ഡിപ്പാർട്ട്മെന്റാണ്. ഒന്ന് മേജർ ഇറിഗേഷനും ഹാർബർ എഞ്ചിനീയറിംഗും. ഇവരെ രണ്ടുപേരും ഒരു രൂപയിലും ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തിട്ടില്ല. ഈ ഡ്രഡ്ജിങ്, ചാലിന്റെ ഡ്രഡ്ജിങ് ചെയ്യേണ്ടത് പോർട്ടാണ്. പോർട്ട് എത്ര വർഷമായി ഡ്രഡ്ജ് ചെയ്തിട്ട്? എനിക്ക് തോന്നുന്നു നമ്മുടെ ICTT വന്നതിന് ശേഷം പോർട്ട് ഡ്രഡ്ജിങ് നിർത്തി, ഒരു ഡ്രഡ്ജിങ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 3 വിഭാഗങ്ങളും ചെയ്യാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതിന്റെ പരിണിതഫലമാണ് ഒരു ബലം. ഇതിപ്പോ MLA മാരോ MP മാരോ ഓരോ കോടി വെച്ചുകൊണ്ട് ഈ പ്രശ്നം തീരില്ലല്ലോ. ഇതിനെ സമഗ്രമായിട്ട് ഇതിന് വേണ്ടുന്ന സംരക്ഷണ ഭിത്തിയാണെങ്കിൽ സംരക്ഷണ ഭിത്തി, സ്ലൂസ് ഗേറ്റ് ആണെങ്കിൽ സ്ലൂസ് ഗേറ്റ്, അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗും മേജർ ഇറിഗേഷനുമാണ്. 2 സംസ്ഥാന സർക്കാരിന്റെയാണ്, അവർ ചെയ്യുന്നില്ല. പോർട്ടിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ടത് അതും നടക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് 2025 ആയി, 7 വർഷമായി, 7 വർഷമായിട്ട് ഇത് ചെയ്യാനായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഒന്ന് എഡ്രി ഓസ്റ്റിന്റെയും കുരീത്തരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നി 7 വർഷമായിട്ടാണ് ഈ മറ്റേ വേമ്പനാട് കായലിലൊക്കെ എക്കൽ വന്നടിഞ്ഞെന്ന് തോന്നുന്നു. മനസ്സിലായ സ്ഥലം. ഇപ്പൊ ഈ 7 വർഷം പിണറായി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇവിടെ എക്കൽ വന്നതെന്നാണ്. അല്ല, മനസ്സിലായ? പിന്നെ വേലിയേറ്റത്തിന്റെ പ്രശ്നം പരിഹാര മാർഗമാണ് നിങ്ങളിൽ ഒന്നാണ് ഡ്രഡ്ജിങ്. വേലിയേറ്റത്തിന്റെ പ്രശ്നം കടലിലുണ്ടാവുന്ന പ്രതിഭാസമാണ്. അത് വേറെ കാലാവസ്ഥ വ്യതിയാനം. ഇവിടെ എൻ്റെ ദിവസം പറഞ്ഞു സംസ്ഥാന സർക്കാർ പണം അനുവദിച്ച കാര്യം. ഞാൻ പറയാം, തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലം 4.5 കോടി രൂപ ഇറിഗേഷൻ വകുപ്പ് M സ്വരാജ് MLA ആയിരിക്കും അനുവദിച്ചതാണ്. എന്താ ചെലവഴിക്കാൻ? ഇപ്പൊ അവിടെ ജനകീയ സമിതിയും മറ്റു ആളുകളൊക്കെ കൂടി സമരം നടത്തി. എന്നിട്ട് ഇപ്പോഴല്ലേ അവിടുത്തെ MLA കത്തെഴുതി കൊടുത്തത് സ്പ്ലിറ്റ് ചെയ്യാൻ. MLA അല്ല ആദ്യം കൊടുത്തത്. ജനകീയ സമിതി അദാലത്തിൽ രാജീവും മിനിസ്റ്ററും പ്രസാദ് മിനിസ്റ്ററും പങ്കെടുത്ത അദാലത്തിൽ കൊടുത്ത അപേക്ഷയിൽ അവർ പറഞ്ഞു, ഈ ഇത്രയും വലിയ എമൗണ്ട് ഒരുമിച്ച് കോൺട്രാക്ട് എടുക്കാൻ ആരും തയ്യാറാവില്ല, അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ അപേക്ഷയിലെടുത്ത തീരുമാനമാണ് സ്പ്ലിറ്റ് ചെയ്തത്. പണം അനുവദിച്ചില്ലെന്ന് പറയരുത്. അപ്പൊ അന്ന് MLA ആയിരുന്ന ആൾ മുൻകൈ എടുത്തുകൊണ്ടാണ് ആ ഇടക്കൊച്ചി പ്രദേശത്തിന് ആ ഫണ്ടിൽ ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്തു. ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ പോയി. ഞാൻ നഗരത്തിൽ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. എറണാകുളം നഗരത്തിൽ അനുവദിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ MLA മാർക്കുണ്ട്. ഇപ്പൊ മാക്സി MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കോർപ്പറേഷൻ ഏരിയയിൽ വരുന്നത് ഈ പറഞ്ഞ ഇപ്പുറത്തെ ഡിവിഷനുകളാണ്. അവിടെ പണം അനുവദിച്ചിട്ടുണ്ട്. കുമ്പളങ്ങിയിൽ സൂയിസ് നിർമ്മിച്ചിട്ടുണ്ടല്ലോ മാക്സി MLA 3 എണ്ണം. അദ്ദേഹത്തിന് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലം അറിയാമല്ലോ, അഞ്ഞിലിത്തറ ഉൾപ്പെടെയുള്ള പ്രദേശത്ത്. അപ്പൊ ഇത് നമ്മൾ വേർതിരിച്ച് കാണണം. പിന്നെ ഇതെല്ലാം പരിഹരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള വിഹിതം, GST വിഹിതം, ഷെയർ, ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ സുരക്ഷിതത്വമുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. അതുകൊണ്ടാണ് എയിംസിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോ ആരോഗ്യ മേഖല സുരക്ഷിതമാണ്, പുരോഗമനത്തിലാണ്, അതുകൊണ്ട് പുരോഗമനം ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ കൊടുക്കട്ടെ എന്നാണ് ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടത്. ഞാൻ പാർലമെന്റിലില്ല, പക്ഷെ ചാനലിലൂടെ കണ്ടത്. അപ്പോ നമുക്ക് സ്റ്റേറ്റുകൾക്ക് നോട്ടടിക്കാൻ അവകാശമില്ല. ലോൺ എടുക്കുന്നതിനകത്ത് നിയന്ത്രണം വെക്കുന്നു. വർദ്ധിച്ച ചെലവ്, ഇതെങ്ങനെ ചെലവ് വേണം, എല്ലാ കാര്യവും നടക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം. പക്ഷെ വായ്പ എടുക്കാനും പാടില്ല, വേറൊന്നും ചെയ്യാനും പാടില്ല. ഇത് എന്ത് ഒരു പ്രത്യേകതരം
മനോഭാവമാണത്. മനസ്സിലായോ? അപ്പോൾ തങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം, വേറെ ആൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ സാംസ്കാരിക നയത്തിന്റെ കാര്യം ഇവിടെ എൻട്രി ഓസ്റ്റിൻ പറഞ്ഞു. സാംസ്കാരിക ഒരു നയം കൊണ്ടാണോ വെറുതെ സാംസ്കാരിക നയത്തിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾക്ക് പണിയാൻ കഴിഞ്ഞു ജി സ്മാരകം? ഇന്ത്യയിലെ ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയ ആളല്ലേ ജി സ്മാരകം? പറയട്ടെ കുരീത്ര അല്ല, കുരീത്രയുടെ സംസാരം കേട്ട ഞങ്ങൾ എടുക്കാൻ പോയപ്പോ സമ്മതിച്ചില്ല. ഭൂരിപക്ഷം വെച്ച് പാസ്സാക്കണം, അതിനാണ് ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. അല്ലാതെ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരാൾ അല്ലല്ല ടോണി ചമ്മണിയുടെയും സൗമിനി ജയന്റെയും കൗൺസിലല്ല അനിൽകുമാറിന്റെ കൗൺസിൽ. LDFന് തനിച്ച് ഭൂരിപക്ഷമുള്ള കൗൺസിലാണോ? എന്നിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? നിങ്ങൾക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായാലും വോട്ടിനിട്ട് പാസ്സാക്കണം. എന്താ ചെയ്യാതിരുന്നത്? വോട്ടിനിട്ട് പാസ്സാക്കണം, അതാണ് ജനാധിപത്യത്തിന് അതിനുള്ള അവകാശമുണ്ട്. എതിർക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അന്ന് ഓപ്പോസിഷൻ ലീഡർ പക്ഷെ ഞാൻ പറഞ്ഞത് കോടി രൂപ എടുത്താൽ അന്ന് പദ്ധതി പൂർത്തീകരിക്കാവുന്ന ബിൽഡിംഗ് ഇന്ന് 40 കോടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ഒരു കൗൺസിൽ ഒരു കക്ഷിക്ക് അധികാരം കൊടുത്താൽ ആ കക്ഷിക്ക് ആ ജനാധിപത്യ രീതി അനുസരിച്ച് അതിനുള്ള അവകാശമുണ്ട്. ആരെതിർത്ത ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ കൗൺസിൽ കുരീത്ര എന്തൊക്കെ കാര്യങ്ങൾ എതിർപ്പ് പറയുന്നു, എഴുതി തരുന്നു, ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ എന്നാ ശരി എന്ന് പറഞ്ഞു പോവുകയാണ്. ശരിയായ കാര്യങ്ങൾ നടപ്പിലാക്കി തന്നെ മുന്നോട്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബ്രഹ്മപുരത്ത് സോണ്ട കമ്പനിയുടെ സംസ്ഥാന സർക്കാർ ചോദിച്ചപ്പോ കൗൺസിലിൽ ഇവരുടെ അധികാരം ഉപയോഗിച്ചാണ് ഇവർ പാസ്സാക്കിയത്. അതിന്റെ എന്താ ഇപ്പോ 11 കോടി രൂപ നമ്മൾ കൊടുത്തത് ആർബിട്രേഷൻ കേസായി കിടക്കണം. അവര് ചെയ്ത തെറ്റായ ബയോമൈനിങ് കാരണം 2 ലക്ഷം ടണ്ണാണ് RDF അവിടെ കെട്ടിക്കിടന്നത്. അതിന്റെ കൂടി കാശ് ഇപ്പൊ നമ്മൾ കൊടുക്കാം. ബയോമൈനിങ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൗൺസിലിന്റെ പ്രത്യേകത. ഇവർ ഈ പറഞ്ഞ രാഷ്ട്രീയ ബില്ല് ഉപയോഗിച്ച് അവർ ചെയ്തു. ഞങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട്, പ്രതിപക്ഷം എഴുതി കൊടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് സോണ്ട കമ്പനിയെ നിയമിച്ചത്. സോണ്ട കമ്പനിയെ നിയമിച്ചതാരാ? ഇവര് ഈ പറഞ്ഞാൽ ഇവരുടെ അധികാരം ഉപയോഗിച്ച് ഇവർ ചെയ്തു. ഞങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നല്ലോ, വിയോജനം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് ചെയ്തു. ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഇപ്പൊ 11 കോടി കൂടി അത് കേസിലും കിടക്കുന്ന. അതിന്റെ നഷ്ടപരിഹാരത്തിന് കൊടുക്കാനുള്ള കാശ് നമുക്കില്ല. ബ്രഹ്മപുരം അങ്ങനെ ആക്കി തീർത്താരാ? അല്ലല്ല, ബ്രഹ്മപുരത്ത് ഈ സോണ്ട കമ്പനിയുടെ ഒരു എഗ്രിമെന്റ് പോലും വളരെ കൃത്യമായിട്ട് വെക്കാൻ പോലും നഗരസഭയ്ക്ക് പറ്റില്ലായിരുന്നു. കാരണം കൗൺസിൽ ചർച്ചയിൽ പോലും നമ്മൾ എടുത്തു പറയാണ് ഈ എഗ്രിമെന്റ് കൃത്യമല്ല, എഗ്രിമെന്റിൽ നഗരസഭയ്ക്ക് ബാധ്യത വരും. ആ കമ്പനി ബയോബിന് ബാംഗ്ലൂർ സപ്ലൈ ചെയ്ത് അന്ന് ഈ ചർച്ച നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. ബയോബിന് ബാംഗ്ലൂർ സപ്ലൈ ചെയ്ത് വിജിലൻസ് അന്വേഷണം നേരിടുന്ന കമ്പനിയാണ് സോണ്ട എന്ന്, സംശയകരമായ കമ്പനിയാണ് ഇതെന്നും, പിന്നെ അത് LDF ഉന്നതന്റെ മരുമോന്റെ കമ്പനിയാണെന്നുള്ളതാണ് അന്നത്തെ വിഷയം. അതിനന്ന് സപ്പോർട്ട് ചെയ്താണ് ഈ ഭരണസമിതി മുഴുവൻ. ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഇപ്പൊ അവിടെ ഭൂമിഗിരിയും ചെയ്തതിന് ഭൂമിഗിരി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്രയാ? 16 കോടിക്ക് ലാൻഡ്ഫിൽ ചെയ്യാവുന്ന സ്ഥലമാണ് ഇന്നിപ്പോ ഈ 120 കോടി കൊടുത്ത് ചെയ്യുന്നത്. അല്ല, എനിക്ക് വ്യക്തമാക്കാനുള്ള സമയം എന്താ? 3 കൂടി പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് സലാമേ, അല്ലല്ല സലാമേ, 3 പേരും കൂടി പറയാനുള്ള ഒരുപാട് നേരം പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് വ്യക്തത വരുത്തുമ്പോ വേറെ വിഷയത്തിലേക്ക് മുന്നേ കൊണ്ടുപോവാ. മനസ്സിലായ? ശ്രീജിത്ത് ഒരു കാര്യം പറഞ്ഞ് വേറെ പോണോണ്ടാണ്. അല്ല, അത് 2 വർഷം പോയതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പ്രിയ, ഒരു കാര്യം പറഞ്ഞാൽ ഉത്തരം വേണ്ടേ? ഇതൊക്കെ ശ്രീജിത്തിനെ കേട്ടിരിക്കാനല്ല അല്ല, ഞാൻ നിങ്ങളെ കേട്ടിരുന്നു. അല്ലല്ല പ്രിയ, പ്രിയ, ഇതിലെന്ത് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ അല്ല ഞാന് അല്ലല്ല ഭരണകക്ഷിയാണ്. ആ കൊച്ചിനടുത്ത് മുന്നോട്ട് വന്ന ഭരണകക്ഷിക്ക് ലക്ഷ്യബോധം ഇല്ലാണ്ട് ഭരണകക്ഷി പറയാണ് അത് കേന്ദ്രത്തിന്റെ GST വിഹിതം കിട്ടിയില്ല, അത് ഇത് കിട്ടിയില്ല, അത് UDFന്റെ ഇത് അങ്ങനെ വന്നു. ഇങ്ങനെ പറഞ്ഞ് കൊച്ചി നഗരം ഇന്ന് LDF UDF ഒറ്റ ക്വസ്റ്റിന് ഉത്തരം പറ പ്രിയ. എങ്ങനെ കൊച്ചി നഗരസഭ തനത് വരുമാനം കണ്ടെത്തും? പറഞ്ഞൊരു മാർഗം പറഞ്ഞു. കൊച്ചി നഗരസഭയുടെ തനത് വരുമാനം എന്ന് പറയുന്നത് 172 കോടി രൂപയാണ് വസ്തുനികുതിയിൽ മാത്രം വന്നിരിക്കുന്നത്. 439 കോടിയാണ് ആകെ തനത് വരുമാനം വന്നിരിക്കുന്നത്. കൊച്ചി നഗരത്തില് പ്രോപ്പർട്ടി ടാക്സ് ഇതിൽ കിട്ടാവുന്നത് 300 ചില്ലാനും കോടിയാണ് കിട്ടാറ്. ആ 300 ചില്ലാനും കോടിയിൽ 172 കോടിയേ വന്നിട്ടുള്ളൂ. ഈ 172 കോടിയും ഞാൻ പറഞ്ഞുതരാം, 2016 ടാക്സ് റിവിഷൻ നടപ്പിലാക്കി നോട്ടീസ് കൊടുക്കാൻ കഴിയാതെ ഈ കൗൺസിൽ കാലഘട്ടത്തിലാണ് നോട്ടീസ് കൊടുത്ത് വന്ന വരുമാനം 172 കോടി. അപ്പൊ അസലും നമുക്ക് 172 വന്നിട്ടില്ല.
അപ്പൊ ബാക്കി 200 കോടിയോളം രൂപ എവിടെ പോയി? രണ്ടാമത്തെ ഞാനൊരു പ്രൊഫഷണലാണ്, ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ്. എന്നെ നിങ്ങൾ ഇന്ന് വരെയും ടാക്സ് ചുമത്തിയിട്ടുണ്ടോ? ടാക്സ് സ്വയം കൊടുക്കാൻ തയ്യാറാവണ്ടേ? പ്രൊഫഷണൽ ടാക്സ് പിരിക്കാണ്ടല്ലോ. എനിക്ക് നോട്ടീസ് നിങ്ങൾ തരണം. നിങ്ങൾ ചോദിച്ചോളോട്, എനിക്ക് നിങ്ങൾ നോട്ടീസ് തരണം. കാരണം ഞാൻ പ്രാക്ടീസിങ് ലോയറാണ്. ആ കൗൺസിലിന് എത്ര പ്രാക്ടീസിങ് ലോയർ ഉണ്ട്? കൊച്ചി നഗരസഭയുടെ ഉള്ളിലല്ലേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉള്ളത്? ഞാനത് ശ്രീജിത്ത് ചോദിച്ചോണ്ട് പറയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ചുറ്റുവട്ടം എത്രയോ ഓഫീസുകളുണ്ട്. ഹൈക്കോർട്ട് അസോസിയേഷൻ കോംപ്ലക്സിലെ അവിടെ എത്രയോ ലോയർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ലോയർമാരുടെ മുമ്പിൽ കൃത്യമായിട്ട് ജൂനിയേഴ്സിന്റെ അടക്കം ഇത് പറയുന്നുണ്ട്. എത്ര ഡോക്ടർമാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എത്ര പ്രൊഫഷണൽ സെൽഫ് എംപ്ലോയിഡ് ആളുകളുണ്ട്. എവിടെ ഇവരുടെ ഇൻകം? ഇതുവരെ കൊച്ചി നഗരം പിരിച്ചിട്ടുണ്ടോ? അപ്പൊ എവിടെയും കൊച്ചി നഗരത്തിന്റെ വരുമാനം ഉണ്ടെന്ന് ഉത്തരവുണ്ട്. പക്ഷെ അത് ഭരിക്കുന്ന കക്ഷിക്ക് അറിയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല. അല്ല, അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. കൊച്ചി നഗരത്തിന് ഇത്ര ഒരു കോടി രൂപ ബഡ്ജറ്റിലെന്ന് പ്രിയ തന്നെ പറഞ്ഞു. പ്രിയ പറഞ്ഞു ഇത്ര രൂപ 400 കോടി രൂപ തനത് വരുമാനം കണ്ടെത്താൻ കഴിയുന്നു. ബാക്കി 600 കോടി എങ്ങനെ കണ്ടെത്തും? അത് ഗ്രാൻഡുകൾ അത് തന്നെയല്ലേ ഞാനീ പറയണത്. അതിനെ കുറിച്ചല്ല ഞാനും പറയണത് തന്നെയല്ലേ. അല്ല, പ്രിയ പറഞ്ഞ പ്രിയ എന്താ പറഞ്ഞത്? കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റിനെ കുറിച്ച് അല്ലല്ല, നമ്മളെ തനത് വരുമാനം നമുക്ക് റേഷൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ലല്ല പ്രിയ, ഇത് ഞാൻ തനത് വരുമാനത്തെ കുറിച്ച് ഞാൻ ശ്രീജിത്തിന് മുമ്പിൽ പറഞ്ഞു. ഇന്ന കാര്യങ്ങളുണ്ട്. ശ്രീജിത്ത് പറയും ഈ ബഡ്ജറ്റിൽ തനത് വരുമാനം കൂട്ടാൻ എന്താ പറഞ്ഞേക്കാം. ആദ്യ കുടുംബശ്രീയുമായിട്ട് നമ്മൾ ടാക്സ് കളക്ഷൻ തന്നിട്ടുണ്ട്. എല്ലാണ്ട് ഈ പ്രൊഫഷണൽസിനെ ഇതാക്കിയത് എന്ത് കാര്യം? നിങ്ങൾ വലിയ എന്താ ആക്ച്വൽ എസ്റ്റിമേഷൻ 15% ഉള്ളൂ വർധനവേ. ഞാൻ പറഞ്ഞതേ സലാമേ, ഇവര് നടത്തിയ ചർച്ച അടക്കം ബിജെപിയും കോൺഗ്രസിന്റെയും പ്രതിനിധികള്, കോൺഗ്രസിന്റെ 2 പ്രതിനിധിയും ബിജെപിയുടെ പ്രതിനിധിയും നടത്തുന്ന ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയണം. ഇല്ലേ? അതിനുള്ള സമയം എനിക്ക് അനുവദിക്കണം. അതിന്റെ ഇടയിൽ കയറി ചർച്ചയ്ക്ക് നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു പറഞ്ഞല്ലേ ശ്രീജിത്ത് ഒരു സൂചിപ്പിച്ചിട്ട് ഒരു കാര്യം എൻട്രി മാസ്റ്റർ അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചോ. ഞാൻ മറന്നു പോകാനും. ഇത് റസിയയുടെ സ്റ്റിച്ചിങ് കൊച്ചിക്കാർക്ക് പെരുത്തിഷ്ടാണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് അതിനവരെ സഹായിക്കുന്നത് ജെസൽ ഒപ്റ്റിക്കൽസിന്റെ പെർഫെക്റ്റ് ലെൻസ് ഡിസ്പെൻസിംഗ് ആണ്. ദേവദത്തിന്റെ പെയിന്റിങ്ങിന് ആരാധകർ ഏറെയാണ്. സൂക്ഷ്മമായ നിറവൈവിധ്യങ്ങൾ തിരിച്ചറിയാൻ ജെസൽ ഒപ്റ്റിക്കൽസിൽ ഐ ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് വിഷൻ ഉറപ്പാക്കിയ കണ്ണടയാണ് അദ്ദേഹം ധരിക്കുന്നത്. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസലിന്റെ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 160 രൂപയുടെ റെഡ് ലേബിൾ ചായക്ക് 135 രൂപയ്ക്ക്. കൊള്ളാലോ. എന്താ 795 രൂപ, 540. 469 രൂപയുടെ ബൂസ്റ്റ് 389 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. ചീരപ്പൊടി, അപ്പപ്പൊടി, മൈദപ്പൊടി, ആട്ടപ്പൊടി 259 രൂപയുള്ളൂ. ഇത്രയധികം ഓഫേഴ്സാ? ഇതൊന്നുമില്ല, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. ലിസ്റ്റ് 50% ഓഫർ ഉണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ 50% ഉണ്ട്. പിന്നെ ഓഫറാ. എന്തായാലും കുറെ പറഞ്ഞ ശനിച്ചല്ലേ, ഇത് കുടിച്ചോ. 59 രൂപയുള്ളൂ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിയർ ശ്രീനാരായണ ഹാൾ, മാർജിൻ ഫ്രൂട്ട് മാർക്കറ്റ്, പുള്ളിക്കൽ, കൊച്ചി.
കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, ഡെന്റൽ ട്രോമ കെയർ, ഡെന്റൽ ഫിക്സിംഗ്, ക്രൗൺ ഫിക്സിംഗ്, ഡെന്റേഴ്സ്, ഡെന്റൽ ഇംപ്ലാന്റ്സ്, ഡെന്റൽ വീനസ്, ടൂത്ത് വൈറ്റനിങ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.